നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ 10 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു. ഇന്ന് നമുക്ക് 11-ാമത്തെ ശ്ലോകം വായിക്കാം. ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഇവിടെയും സംബോധന ചെയ്യുന്നത് ഭരതർഷഭ, അല്ലയോ ഭരതശ്രേഷ്ഠ. ബലവതാം കാമരാഗ വിവർജിതം, ബലവാന്മാരുടെ കാമത്തോടും രാഗത്തോടും കൂട്ടുചേരാത്ത ബലം ച അഹം, ബലം അല്ലെങ്കിൽ ശക്തി ഞാനാകുന്നു. ഭൂതേഷു, ഭൂതങ്ങളിൽ ജീവികളിൽ, ധർമാവിരുദ്ധ, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമ അസ്മി, കാമ ഇച്ഛ ആഗ്രഹം ഞാനാകുന്നു. ഇവിടെ ബലശാലികളുടെ, ശക്തിശാലികളുടെ കാമരാഗ വിവർജിതമായിട്ടുള്ള ശക്തി, ആ ബലം ഞാനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ സർവഭൂതേഷു, എല്ലാ ജീവികളിലും ആ മോക്ഷേച്ഛയ്ക്ക്, ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമുണ്ടാക്കാതെയുള്ള ആ എല്ലാ ഭൗതിക സുഖാഭിലാഷവും അതും ഞാനാകുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭൗതികമായ ആഗ്രഹങ്ങളൊക്കെ അത് വാസനാക്ഷയത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു മാർഗം തന്നെയാണ്. അല്ലാതെ വിഷയങ്ങളിലുള്ള ആസക്തി കാരണമായുള്ള ബലം അല്ലെങ്കിൽ സാമർഥ്യമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതാണ് ധർമ്മത്തിന് വിരോധമല്ലാത്ത, വിരുദ്ധമായ എന്ന് പറഞ്ഞല്ലോ, അതിന് വിരോധമല്ലാത്ത ഏതൊരു കാമം, അതായത് ശരീരധാരണത്തിന് വേണ്ടി മാത്രമുള്ള അശനപാനാദികള്. ഇവിടെ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാത്ത ചില സാധനങ്ങളിലുള്ള ആഗ്രഹം, അതാണ് കാമം എന്ന് പറയുന്നത്. ഇനി രാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ച ഒരു സാധനം ലഭിച്ചു, എന്നാലും നമുക്ക് തൃപ്തി വന്നിട്ടില്ല, അത് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആ ചിന്ത, ആ തൃഷ്ണ, അതിനെയാണ് രാഗം എന്ന് പറയുന്നത്. ഇങ്ങനെ രാജസ താമസങ്ങളായ കാമരാഗങ്ങൾ ഇല്ലാതെയുള്ള ആ ശക്തി, അത് ഞാനാകുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ ഭൗതിക സുഖാനുഭവമാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതി അതിൽ മാത്രം മുഴുകിയിരിക്കുന്നവരുടെ ബലമാണ് ഞാൻ എന്നല്ല പറയുന്നത്. കാമരാഗങ്ങൾ ഒട്ടുമില്ലാത്ത ആ ബലവും ജീവികളില് ധർമ്മവിരുദ്ധമല്ലാത്ത വിഷയാഭിലാഷവും ഞാനല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ധർമ്മവിരുദ്ധമല്ലാത്ത എല്ലാ ആഗ്രഹങ്ങളും കർമ്മങ്ങളും ശുദ്ധമായ ബ്രഹ്മപ്രകാശം തന്നെയാണ്. അപ്പോ കാമരാഗങ്ങളെ നിയന്ത്രിച്ച് ദൃഢബുദ്ധിയോടെ ഭൗതിക ജീവിതം നയിക്കുന്നവർക്കും ആത്മസാക്ഷാത്കാരം സാധ്യമാകും എന്ന് നമുക്ക് മനസ്സിലാകും. അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ